വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നമ്മുടെ യൂണിറ്റ് 6 ആണ് നോക്കുന്നത്. നമ്മുടെ മോഡ്യൂള് 5 യൂണിറ്റ് 6. അപ്പോൾ ലാസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് നമ്മുടെ ടാക്സ് ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ഈ ഒരു റിവിഷൻ ക്ലാസ് നമുക്ക് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് എന്നുള്ളത് ആ ചാപ്റ്ററിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ഇതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ ഓഡിറ്റ്? Audit under GST is the process involved in the examination of record, return and other related ഡോക്യുമെൻറ്റുകളെ നമ്മളെന്താണ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതിൻ്റെ പേരാണെന്ത്? ഓഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഇപ്പോൾ GST ഓക്കെ, അപ്പം കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ. നമ്മളത് ഒന്ന് ചെയ്ത് വെച്ചതിനെ ഒന്നും കൂടി എന്താണ് റീവിസിറ്റ് ചെയ്യുക എന്ന് പറയില്ല, ഒന്നും കൂടി അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ പേരാണ് ഓഡിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ. ഈ രജിസ്റ്റേർഡ് പേഴ്സൺ, അത് GSTയിൽ രജിസ്റ്റേർഡ് പേഴ്സൺ, ടാക്സ് അടയ്ക്കേണ്ട രജിസ്റ്റേർഡ് പേഴ്സൺ വെച്ച ഡോക്യുമെൻറ്റ്സ്, അതിലെ റെക്കോർഡുകൾ, റിട്ടേണുകൾ, അതർ റിലേറ്റഡ് ഡോക്യുമെൻറ്റുകൾ കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യാൻ, അതിൻ്റെ പേരാണ് ഓഡിറ്റ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ മാർക്ക് ചെയ്യാം എന്താണ് ഓഡിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ. GST audit is not only a reconciliation of tax liability and payment, it also examines compliance of the provisions of GST law and rule. അതായത് കൃത്യമായിട്ട് ടാക്സ് ഓഡിറ്റ് നമ്മളെന്താണ് അതിൻ്റെ ഒരു കണക്ക് കൃത്യമല്ല എന്നാണ് നോക്കുക, അത് കൃത്യമായിട്ട് GST ലോയും റൂളും പ്രകാരമാണോ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നോക്കണം. The auditor responsible for the detection of non-compliance, procedural irregularities and leakage of revenue through detailed examination. അതായത് ഗവൺമെൻറ്റിന് വരുന്ന വരുമാനം കുറഞ്ഞു പോയിട്ടില്ലല്ലോ, അത് കൃത്യമായിട്ട് നോൺ കോംപ്ലയൻസ് ഇല്ലല്ലോ, അതായത് നിയമപ്രകാരം അല്ല ചെയ്തത്, എന്തെങ്കിലും പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് വന്നു പോയിട്ടില്ലല്ലോ, അതൊക്കെ നോക്കേണ്ടതാണ് ഓഡിറ്ററുടെ പണി എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം CAക്കാർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്. കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ CMA എന്നാണ് പറയുന്നത്, പണ്ട് ICWA. അപ്പോൾ അവർ എങ്ങനെ തന്നെ ഓഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ 35 സബ്സെക്ഷൻ 5 പറഞ്ഞത് എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് 5 crore, അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 5 കോടിയിലും കൂടുതലാണെങ്കിൽ ഷാൽ ഗെറ്റ് ഇസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ടേൺ ഓവർ 5 കോടിയിൽ മുകളിൽ പോവുകയാണെങ്കിൽ അതെന്താണ്, ഇറ്റ് ഷുഡ് ബി ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് and shall furnish a copy of the audited annual accounts and a reconciliation statement duly certified in form GSTR 9C. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 5 കോടിയാണ് കണക്ക് കേട്ടോ. 35 സെക്ഷൻ 35 സബ്സെക്ഷൻ 5 കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് ആണ്, സെക്ഷൻ 65. അതായത് നമ്മുടെ ടാക്സിലുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ അതോറിറ്റീസ് എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ കമ്മീഷണർ ഓർ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം ബൈ way of a general or specific order may undertake audit of any registered person for such period at such frequency and in such manner as may be prescribed. അതായത് ഒരു കമ്മീഷണർക്കോ GST കമ്മീഷണർക്കോ ഒരു ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഓർഡർ പ്രകാരം എന്താണ് കൃത്യമായിട്ടും ഈ പറയുന്ന എന്താണ് ഫ്രീക്വൻസിയിൽ അത് എന്താണ് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ദ ഓഫീസേഴ്സ് റെഫേർഡ് ടു ഇൻ സബ്സെക്ഷൻ 1 may conduct audit at the place of the registered person or in their office ആണ്. The registered person shall inform by way of a notice not less than 15 working days. The audit under subsection 1 shall be completed within a period of 3 months. അപ്പോൾ അതൊന്ന് ഈ 4 പോയിന്റുകളൊന്ന് നോക്കി വെക്കുക. അതായത് ഒരു ടാക്സ് അതോറിറ്റി എങ്ങനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സെക്ഷൻ 65 പ്രകാരമാണ്. ഇനി സ്പെഷ്യൽ ഓഡിറ്റുകൾ വരാം, അത് സെക്ഷൻ 66 പ്രകാരമാണ്. ഇഫ് എനി സ്റ്റേജ് ഓഫ് സ്ക്രൂട്ടിനി, എൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ ഓർ എനി അതർ പ്രൊസീഡിങ്സ് ബിഫോർ ഹിം any officer not below the rank of an assistant commissioner having regard to the nature and complexity of the case and the interest of revenue is of the opinion that the value has not been correctly declared or the credit availed is not within the normal limits, he may, with the prior approval of the commissioner, direct such registered person by a communication in writing to get his records including books of accounts maintained by and audited by a chartered accountant or a cost ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് may be nominated by the commissioner. അതായത് ഒരു സ്പെഷ്യൽ ഓഡിറ്റ് അതൊരു അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് കൊടുക്കണം. എന്ത് സ്പെഷ്യൽ ഓഡിറ്റിനായിട്ട് അത് ഈ കമ്മീഷണർക്ക് എന്താണ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ അല്ലെങ്കിൽ അതിന് റാങ്കിൽ താഴെ ഒരാൾക്ക്. അപ്പോൾ എന്താണ് ഈ നമ്മൾ ഓഡിറ്റർ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ കമ്മീഷണർക്ക്, അപ്പോൾ എന്താണ് ഒരു സ്പെഷ്യൽ ഓഡിറ്റിന് വേണ്ടി അസിസ്റ്റൻറ്റ് കമ്മീഷണറോ അല്ലെങ്കിൽ താഴെയുള്ളൊരു ഓഫീസർക്ക് എന്താണ് ഈ പറയുന്ന ഓഡിറ്റ് കൊടുക്കാൻ വേണ്ടി പറയാമെന്നുള്ളതാണ്, അതിന് നോട്ടീസ് കൊടുക്കാമെന്നുള്ളതാണ്. സെക്ഷൻ 66 പറയുന്നത്. പിന്നെ ബാക്കിയുള്ള പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ പവേഴ്സ് ഓഫ് CAG ടു കോൾ ഫോർ ഇൻഫർമേഷൻ ആണ്. CAG നമുക്കറിയാം
എന്താണ് സെൻട്രൽ ഓഡിറ്റർ ജനറലാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ കേന്ദ്രത്തിൽ വരുന്നൊരു പദവിയാണത്. ഒരു ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റാണ്, ഒരു എന്താ പറയുക, ഒരു ഭരണഘടനാ പദവിയാണ്. അപ്പോൾ GST Act provides powers of Comptroller and Auditor General of India (CAG) to call to any information, records and returns furnished under GST Act for the conduct of audit under the Comptroller and Auditor General duties, powers and conditions of Service Act. Proper officer shall, upon request made in this behalf, make available to the Comptroller and Auditor General of India or an officer authorized by CAG. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇതോടുകൂടി നമ്മളെന്താണ് ഈ പറഞ്ഞ ഇൻകം ടാക്സ് ആൻഡ് GST പറഞ്ഞ ഫുള്ള് നമ്മളെന്താണ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് കൃത്യമായിട്ട് റിപ്പീറ്റഡ് റീഡിങ് അത്യാവശ്യമാണ് കേട്ടോ. കേട്ടത് പിന്നെയും വായിച്ച് എന്താണെന്ന് ക്ലിയർ ആക്കുക. ഓക്കെ.